മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമെങ്കിൽ, നിന്റെ രാജ്യം എങ്ങനെയാ ഫംഗ്ഷൻ ആകുന്നത്, നിന്റെ രാജ്യം, നിന്റെ ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ട ദൈവരാജ്യം എപ്പോഴാ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഇന്ന് പകൽക്കാലം യേശു നിന്നോട് പറയാൻ പറഞ്ഞു. അതുകൊണ്ട് അത് മനസ്സിലാക്കിയാൽ ഞാൻ പറയാം, നിന്റെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ പ്രകടനം നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. 24-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, വായിച്ചേ. രണ്ട് യജമാനന്മാരെ ആർക്കും സേവിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ചിലർ മാമോൻ പണം എന്ന് പറയുന്നു, ചിലർ പിശാച് എന്ന് പറയുന്നു. ഏതായാലും നമ്മൾ മുന്നേ വായിച്ചതുപോലെ ഇരുട്ടിന്റെ ഒരു രാജ്യമുണ്ട്, വെളിച്ചത്തിന്റെ ഒരു രാജ്യമുണ്ട്. നമ്മൾ ഇവിടെ ലോകത്തുള്ള ഒരു ഫിസിക്കൽ കിങ്ഡത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കിങ്ഡം അല്ല നമ്മൾ പറയുന്നത്. എന്നാൽ ആത്മീയ മണ്ഡലങ്ങളിൽ രണ്ട് രാജ്യമുണ്ട്. ഒന്ന് ഇരുട്ടിന്റെ രാജ്യം, ഒന്ന് തന്റെ പുത്രന്റെ രാജ്യം. ഒന്ന് പറഞ്ഞേ, ഇരുട്ടിന്റെ രാജ്യം, തന്റെ പുത്രന്റെ രാജ്യം. എന്നാൽ എനിക്ക് മനസ്സിലാക്കണം, ഞാനായിരിക്കുന്ന രാജ്യം എങ്ങനെയാ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്റെ രാജ്യത്തിലെ സകല ആനുകൂല്യങ്ങളും സകല അനുഗ്രഹങ്ങളും എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് റേഷൻ കാർഡിൽ നിന്നാൽ എനിക്ക് റേഷൻ കിട്ടുമോ? ഇല്ല. നിങ്ങൾക്കറിയാം, ഒരിക്കലും കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ രാജ്യത്തിലെ നിയമം, എന്റെ രാജ്യത്തിലെ കൾച്ചർ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴാണ്, എന്റെ രാജ്യം എപ്പോ ഫംഗ്ഷൻ ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ പറയാ, രണ്ട് രാജ്യത്തെ നിങ്ങൾക്ക് ഒരേ സമയത്ത് സേവിക്കാൻ സാധിക്കത്തില്ല. ഒന്ന് ഇരുട്ടിന്റെ രാജ്യമാ, ഒന്ന് ദൈവരാജ്യമാ. രണ്ട് യജമാനന്മാരെ നിങ്ങൾക്ക് ഒരേ സമയത്ത് സേവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. വായിച്ച് അതിന്റെ അടുത്ത വാക്യം 25 വായിച്ച്. അതുകൊണ്ട് മതി. അപ്പുറത്തുള്ള ആളോടൊന്ന് തൊട്ട് പറഞ്ഞേ, അതുകൊണ്ട്. ഒന്നുകൂടെ തൊട്ട് പറഞ്ഞേ, അതുകൊണ്ട്. ഒന്നുകൂടെ തൊട്ട് പറഞ്ഞേ, അതുകൊണ്ട്. ആട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഏതുകൊണ്ട്? രണ്ട് യജമാനന്മാരെ. കറക്റ്റ്. രണ്ട് യജമാനന്മാരെ എന്ന് വെച്ചാൽ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു പ്രസക്തിയുണ്ട്. ഇതിനും രണ്ട് യജമാനന്മാരെ സേവിക്കുന്നതിനും ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് എന്ന് പറഞ്ഞ അടുത്ത വാക്യം തുടങ്ങിയിരിക്കുന്നത്. പിടികിട്ടിയോ? അതുകൊണ്ട് ഞാൻ അതുകൊണ്ടെന്നുള്ളത് പറയാനായിട്ട് പറഞ്ഞു. ഇനി വായിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെ ഒന്നുകൂടെ വായിച്ചു. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്നും ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വിചാരപ്പെടുമ്പോ ആരെയാ സേവിക്കുന്നത്? ഒരു സഹോദരി മാത്രം സത്യസന്ധമായിട്ട് മറുപടി വരും. ഞാൻ കണ്ണടച്ച് എന്താണെന്നറിയാമോ, നിങ്ങൾ ആരാ പറയുന്നത് ഞാൻ കണ്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ഒരു ആശ്വാസം തരും. അതുകൊണ്ട് ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സേവിക്കാൻ സാധിക്കത്തില്ല. അത് പറഞ്ഞിട്ട് പറയാം. അതുകൊണ്ട് വിചാരപ്പെടുന്ന കാര്യം പറയാം. അപ്പൊ വിചാരപ്പെടണമെന്ന് പറയാം. അപ്പൊ വിചാരപ്പെടുമ്പോ ആരെയാ സേവിക്കുന്നത്? അത് ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഖത്തറിൽ വന്ന് റേഷൻ കിട്ടുമെന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ നിന്റെ രാജ്യം ഭാരപ്പെടുന്ന രാജ്യമല്ല. നിന്റെ രാജ്യത്തിനകത്ത് ഭാരമില്ല. ഭാരം കൊണ്ടുവന്ന് ഇടുന്നത് ഇരുട്ടിന്റെ രാജ്യമാണ്. നീ ദൈവരാജ്യത്തിലാണെങ്കിൽ ഇരുട്ടിന്റെ രാജ്യത്തിന്റെ നിയമത്തിന്റെ താഴെ നീ വസിക്കരുത്. ഇരുട്ടിന്റെ നിയമത്തിന്റെ കീഴിൽ നീ ഇരുന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ അനുഗ്രഹം അനുഭവിക്കാൻ നോക്കിയാൽ, ഞാൻ മുന്നേ പറഞ്ഞ ഉദാഹരണം ചിന്തിച്ചുകൊണ്ടാൽ മതി. അത് ഞാൻ പറയുമ്പോഴേ നിങ്ങൾക്കറിയാം അത് എങ്ങനെ കിട്ടാനാ ബ്രദറെ, എന്ത് മണ്ടത്തരായി പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെയാ ഭാരപ്പെട്ടുകൊണ്ട് എന്റെ രാജ്യം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യം ഭാരപ്പെടുമ്പം പ്രവർത്തിക്കുന്ന രാജ്യമല്ല. നിന്റെ രാജ്യത്തെ കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 14 and verse 17 വായിച്ചു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. നീതിയും നിന്റെ
രാജ്യത്തിന്റെ നിയമമാണ്. നിന്റെ രാജ്യത്തിന്റെ നിയമം നീതി. നീതി എന്ന് പറയുമ്പോൾ നീതിബോധം. എന്താ നീതിബോധം? യേശുവിന്റെ നീതി എന്റെ മേൽ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ബോധം. എന്തുകൊണ്ടാണെന്നറിയാവോ? നിന്റെ രാജ്യത്തിൽ നീതിബോധമില്ലാത്ത ഒരാൾക്ക് സന്തോഷത്തോടെ വസിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് സ്വന്തമേ ചുമട് പൊക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ ആയാലും സന്തോഷം അനുഭവിക്കാൻ സാധിക്കത്തില്ല. ആർക്കാ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ നീതി എന്റെ മേൽ ധരിക്കപ്പെട്ടിരിക്കുക എന്നുള്ള ബോധ്യമുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ നീതി ബോധമുള്ളവനായിരിക്കും. മാത്രമല്ല, അവൻ സമാധാനമുള്ളവനായിരിക്കും. അവൻ പരിശുദ്ധാത്മാവിൽ സന്തോഷമുള്ളവനായിരിക്കും. നിന്റെ രാജ്യത്തിന്റെ 3 അംശങ്ങളേ ഉള്ളൂ. നിന്റെ രാജ്യത്തിൽ നീതിയുണ്ട്, നിന്റെ രാജ്യത്തിൽ സമാധാനമുണ്ട്, നിന്റെ രാജ്യത്തിൽ സന്തോഷമുണ്ട്, നിന്റെ രാജ്യത്തിൽ ഭാരമില്ല. നീ ഭാരപ്പെട്ടോണ്ട് നിന്റെ രാജ്യം പ്രവർത്തിക്കാൻ പറഞ്ഞാല് നിന്റെ രാജ്യത്തിന് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. നിന്റെ രാജ്യത്തിന്റെ നിയമമാ. നീ നീതീകരിക്കപ്പെട്ടവനാ, നീ നീതിബോധമുള്ളവനാ, നീ നീതിബോധം ഉള്ളവനായിരിക്കണം, നീ സമാധാനത്തിൽ വസിക്കുന്നവനായിരിക്കണം, നീ പരിശുദ്ധാത്മാവിൽ സന്തോഷത്തിൽ വസിക്കുന്നവനായിരിക്കണം. നിന്റെ രാജ്യത്തിന്റെ ഉള്ളിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പം ഭാരപ്പെടുമ്പോ ആരെയാ സേവിക്കുന്നത്? ഭാരപ്പെട്ടുണ്ടോ പ്രാർത്ഥന? നീ ഭാരപ്പെട്ട് പിശാചിന്റെ രാജ്യത്തിന്റെ നിയമത്തെ സേവിച്ചുകൊണ്ട് ദൈവം മറുപടി പറയുന്നത് എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്റെ സഹോദര, നിനക്ക് അബദ്ധം പറ്റിപ്പോയി. നിന്റെ രാജ്യത്തിന്റെ നിയമം ഭാരമല്ല, നിന്റെ രാജ്യത്തിന്റെ നിയമം സന്തോഷമാണ്. നിന്റെ രാജ്യത്തിന്റെ നിയമം തുള്ളിച്ചാട്ടമാണ്. നിന്റെ രാജ്യത്തിന്റെ നിയമം നീതിബോധമാണ്. നിന്റെ രാജ്യത്തിന്റെ നിയമം സമാധാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരപ്പെടുമ്പോൾ നടക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ രാജ്യത്തിന്റെ എംബസി തന്നെ നീ പൂട്ടിവെക്കുക. നിന്റെ രാജ്യത്തിന്റെ എംബസിക്ക് വലിയൊരു പൂട്ടുക. എന്റെ രാജ്യം പ്രവർത്തിക്കണ്ട, ഞാൻ ഈ രാജ്യത്തെ അങ്ങ് സേവിച്ചോളാം. എന്നിട്ട് സേവിച്ചോണ്ട് പരാതിയുണ്ട്. ദൈവം എന്നാ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്ത, കർത്താവ് എന്നാ എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാത്ത. എന്റെ പൊന്നു സഹോദര, നിന്റെ രാജ്യത്തിന്റെ നിയമമാ. നീ സന്തോഷിക്കുമ്പോഴാ കർത്താവ് പ്രവർത്തിക്കുന്നത്. നീ സമാധാനത്തിൽ വസിക്കുമ്പോഴാ കർത്താവ് പ്രവർത്തിക്കുന്നത്. അംഗീകരിക്കാൻ വലിയ പാടല്ലേ? എന്നാൽ അംഗീകരിക്കുന്നവന്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും. അംഗീകരിക്കുന്നവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ച ഒരു കാര്യമാണ് ദൈവരാജ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ. നിനക്കും എനിക്കും ഉള്ളിലുള്ള ദൈവരാജ്യമുണ്ടല്ലോ, ഇളകുന്ന ഒരു രാജ്യമല്ല, ഇളകാത്ത ഒരു രാജ്യമാണ്. അതിന് നിന്റെ ജീവിതത്തിലുള്ള സകലതിന്റെ മേലും ക്രിയ ചെയ്യുവാനായിട്ട് ശക്തിയുള്ളതാണ്. എന്നാൽ നിന്റെ രാജ്യം ഫംഗ്ഷൻ ചെയ്യാനായിട്ട് നീ സമ്മതിച്ചു കൊടുക്കണം. അതുകൊണ്ട് പൗലോസിനെയും ശീലാസിനെയും ചങ്ങലയിൽ ബന്ധിച്ച് ശരീരം മുഴുവനും മർദ്ദിച്ച് അവരെ കാരാഗ്രഹത്തിനകത്ത് അടച്ചപ്പോൾ അവർക്ക് പരാതി പറയാൻ ആവശ്യത്തിൽ അധികം കാര്യങ്ങളുണ്ടായിരുന്നു. അവർക്ക് ഭാരപ്പെടാൻ ആവശ്യത്തിൽ അധികം കാര്യമുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അവരുടെ രാജ്യത്തിന്റെ നിയമം നന്നായിട്ട് അറിയായിരുന്നു. അവരായിരുന്ന രാജ്യത്തിന്റെ നിയമം അവരുടെ കരങ്ങളിൽ ചങ്ങലയിട്ടു. അവരായിരിക്കുന്ന രാജ്യത്തിന്റെ നിയമം അവരുടെ കാലിൽ ചങ്ങലയിട്ടു. അവരായിരിക്കുന്ന രാജ്യത്തിന്റെ നിയമം അവരെ തടവറയ്ക്കുള്ളിൽ കൊണ്ടുപോയി വെച്ചു. എന്നാൽ അവരെ ആക്കി വെച്ച രാജ്യത്തിന്റെ നിയമമാ സന്തോഷം. അതവർക്ക് പിടികിട്ടിയപ്പോൾ അവർ രാത്രിയിൽ കർത്താവിനെ തുള്ളിച്ചാടി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ രാജ്യത്തിലെ നിയമം അവിടെ ഓപ്പറേറ്റ് ആകാൻ തുടങ്ങി. ദൈവരാജ്യത്തിന്റെ നിയമം ഓപ്പറേറ്റ് ആകാൻ തുടങ്ങി. ഏത് രാജ്യമാണോ കയ്യിൽ ചങ്ങലയിട്ടത് ആ ചങ്ങല പൊട്ടാൻ തുടങ്ങി. ഏത് രാജ്യമാണോ തടവറയിൽ കൊണ്ടുപോയി വെച്ചത് ആ തടവറ തുറക്കാൻ തുടങ്ങി. ഏത് രാജ്യമാണോ അവനെ കെട്ടിയത് ആ രാജ്യത്തിന്റെ കെട്ടിനെ അവന്റെ രാജ്യം വന്ന് പൊട്ടിച്ചു. എന്താ കാര്യം എന്നറിയാവോ? അവർക്ക് മനസ്സിലായി അവരുടെ രാജ്യത്തിന്റെ നിയമം ഭാരപ്പെടുന്നതല്ല, അവരുടെ രാജ്യത്തിന്റെ നിയമം സന്തോഷമാണ്. ആ പ്രശ്നത്തിന്റെ ഇടയില് അവര് പരാതി പറഞ്ഞില്ല, അവര് പറഞ്ഞു സന്തോഷത്തോടെ അവര് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. അവരാരാധിച്ചപ്പോൾ ഒരു സംഭവം നടന്നു. അവനായിരിക്കുന്ന രാജ്യത്തിന്റെ നിയമം അവനെ വന്ന് വിടുവിച്ചു. അവരെ മാത്രമല്ല, അവരെ ചുറ്റിയുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ വിടുതലുണ്ടായി. ഇന്ന് ഞാൻ പറയട്ടെ, നിന്റെ ഉള്ളിലായിരിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത് നിന്നെ മാത്രമല്ല, നിന്നെ ചുറ്റിയിരിക്കുന്ന എല്ലാവരെയും വിടുവിക്കാൻ ശക്തിയുള്ളതാണ്. നിന്നെ ചുറ്റിയുള്ള ഏത് വ്യക്തിയുടെ പ്രശ്നത്തെ വിടുവിക്കാൻ ശക്തിയുള്ളതാണ്. എന്നാൽ നിന്റെ രാജ്യം നിന്റെ ഉള്ളിൽ കൂടെയാ ഫംഗ്ഷൻ ചെയ്യുന്നത്. നിന്റെ ഉള്ളിൽ കൂടെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
അപ്പുറത്തുള്ള ആളോടൊന്ന് തൊട്ട് പറഞ്ഞ് ഭാരപ്പെട്ടോണ്ട് കരഞ്ഞോണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. നിന്റെ രാജ്യം ഓപ്പറേറ്റ് ചെയ്യുന്നത് നിനക്ക് കാണുന്നോ? ഒന്ന് സന്തോഷിച്ച് തുള്ളിച്ചാടാൻ തുടങ്ങിക്കേ. നിന്റെ രാജ്യത്തിന്റെ നിയമം വന്ന് നിന്നെ വിടുവിക്കുന്നത് നിന്റെ കണ്ണുകൾ കാണുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെയുള്ള ഇരുട്ടിന്റെ രാജ്യം ബന്ധനമാണെന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യം വിടുതൽ തരാൻ ശക്തിയുള്ളതാണ്. ഇവിടെയുള്ള ഇരുട്ടിന്റെ രാജ്യം രോഗമാണെന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യം സൗഖ്യം തരാൻ ശക്തിയുള്ളതാണ്. ഇവിടെയുള്ള ഇരുട്ടിന്റെ രാജ്യം തടസ്സമാണെന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യത്തിന് വിടുവിക്കാൻ ശക്തിയുണ്ട്. എന്നാൽ ആ രാജ്യം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ എന്റെ ഉള്ളിൽ നിന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്ത് പല നിയമങ്ങളുണ്ട്. എന്നാൽ ലോകത്ത് തന്നെ നടക്കുന്ന, ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന ചില നിയമങ്ങളെ വേറെ നിയമങ്ങൾ ഓവർറൈഡ് ചെയ്യാറുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ എന്റെ കൈ ഈ പുസ്തകത്തിൽ നിന്ന് വിട്ടാൽ ഈ പുസ്തകം താഴോട്ട് പോകുമോ മേളോട്ട് പോകുമോ? ഉറപ്പാണോ? അതെന്നാ അത് താഴെ പോകുന്നത്? ഗുരുത്വാകർഷണ നിയമം. അതൊരു നിയമമാണോ? ആണോ? ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതൊരു നിയമമാണോ? ആട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഗുരുത്വാകർഷണ നിയമം എല്ലായിടത്തും ഉണ്ടോ? ഉണ്ടോ? ഉറപ്പല്ലേ? ഗുരുത്വാകർഷണ നിയമം എല്ലായിടത്തും ഉണ്ടോ? ഉണ്ട്. ഗുരുത്വാകർഷണ നിയമം എയർപോർട്ടിൽ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വെയിറ്റ് ഇല്ലാത്ത ഇച്ചിരിയുള്ള സാധനം, ഈ സാധനം ഇട്ട താഴെ പോകും. നിങ്ങളെല്ലാരും കൃപയ, എനിക്ക് ഇന്ത്യയിൽ ഇത് പറയാൻ ഇച്ചിരി പ്രയാസ, പ്ലെയിനെ കയറാത്തവരുണ്ട്. നിങ്ങളെല്ലാരും പ്ലെയിനെ കയറിയിട്ടുണ്ട്, അല്ലാതെ ഇവിടെ വന്നിട്ടില്ല, അതെനിക്കറിയാം. അത്രയും വലിയ സാധനം എങ്ങനെയാ മേളോട്ട് പോകുന്നത്? ഇതൊക്കെ കേറിയപ്പോ നമ്മൾ ചിന്തിച്ചിട്ടില്ലല്ലോ. കേറിയിരുന്നു, അവര് പൊക്കി ഇവിടെ കൊണ്ടുവന്ന് ഇറങ്ങി. അത്ര അറിയാം നമുക്ക്. ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കർത്താവെ കറക്റ്റായിട്ട് പൊങ്ങി കറക്റ്റായിട്ട് ഇറങ്ങിയേക്കണേ. എങ്ങനെ പൊങ്ങുന്നു നമ്മൾ എന്തിനാ അറിയുന്നേ? ഗുരുത്വാകർഷണ നിയമം ഉണ്ടല്ലോ. ഗുരുത്വാകർഷണ നിയമം ഉള്ള സ്ഥലത്ത് ഈ സാധനം, ഇത്രയും വെയിറ്റ് ഉള്ള സാധനം, നിങ്ങളുടെ വെയിറ്റും കൂടെ ചേർത്താ പൊക്കിയത്. അപ്പുറത്തുള്ളവർ തൊട്ട് പറഞ്ഞത് നിങ്ങളുടെ വെയിറ്റും കൂടെ ചേർത്താ അത് പൊക്കിയത്. എങ്ങനെയാ പൊങ്ങിയെന്നറിയാമോ? ഇവിടെ നമുക്ക് വലിയ ടീച്ചർമാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് സൂക്ഷിച്ചു പറയണം. അങ്ങനെ തെറ്റ് പറഞ്ഞാൽ ഇവര് പിടിക്കും. ഞാൻ വലിയ സയന്റിസ്റ്റ് ഒന്നുമല്ല, എന്നാൽ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാൻ പറയാം. ലേമൻ നോളജിൽ ഇവിടെയൊക്കെ വലിയ ടീച്ചർമാരിരിക്കുക, ഏവിയേഷൻ ഒക്കെ അറിയാവുന്നവർ. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം പറയാനായിട്ട്. എന്നാൽ എനിക്കറിയാവുന്ന, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. അവിടെ നടക്കുന്നത് ഇങ്ങനെയാണ്. പ്ലെയിൻ എയർപോർട്ടിൽ നിൽക്കുമ്പോഴും ഗുരുത്വാകർഷണ നിയമത്തിന്റെ താഴെയാണ് നിൽക്കുന്നത്. എന്നാൽ ആ പ്ലെയിൻ റൺവേയിൽ മുന്നോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം, പ്ലെയിൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ, അതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ, അത് ഭൂമിയിൽ ഓടാനായിട്ടല്ല, അത് മേളിൽ കൂടെ പറക്കാനായിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്ലെയിൻ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ, അതിന്റെ സ്പീഡ് കൂടാൻ തുടങ്ങുമ്പോൾ, 50 കിലോമീറ്റർ, 100 കിലോമീറ്റർ, 150, 200 കിലോമീറ്ററോളം അത് സ്പീഡ് എത്താൻ തുടങ്ങുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെയാ പറയുന്നത്, ലോ ഓഫ് ദ ലിഫ്റ്റ് എന്നൊരു നിയമം വന്ന് ലോ ഓഫ് ഗ്രാവിറ്റിയെ ക്യാൻസൽ ചെയ്ത് ഈ പ്ലെയിനിനെ പൊക്കി മേളിലേക്ക് എടുത്തോണ്ട് പോകുന്നു. ഈ പ്ലെയിൻ 200 കിലോമീറ്റർ സ്പീഡ് എത്തിക്കഴിയുമ്പോൾ സയന്റിസ്റ്റുകൾ എങ്ങനെയാ പറയുന്നത്, പിന്നെ അത് ഭൂമിയിൽ കൂടെ പോയാൽ ആ പ്ലെയിൻ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഉയർച്ച എന്നൊരു നിയമം വന്ന് ഗുരുത്വാകർഷണ നിയമത്തെ ക്യാൻസൽ ചെയ്ത് ഈ പ്ലെയിനിനെ പൊക്കി മേളിലേക്ക് പൊക്കുവാനായിട്ട് തുടങ്ങും. പ്ലെയിൻ എങ്ങനെ പൊങ്ങുമെന്നുള്ളത് പഠിപ്പിക്കാനല്ല കർത്താവ് എന്നെ ചെന്നൈയിൽ ഇങ്ങോട്ട് അയച്ചത്. എന്നാൽ നിന്റെ ഉള്ളിലെ രാജ്യമുണ്ടല്ലോ, ആ രാജ്യം ഒരു നിയമം വെച്ചിട്ടുണ്ട്. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കത്തില്ല എന്നുള്ള നിയമം. ആ നിയമം ഇവിടെയുള്ള സകല നിയമത്തെയും ക്യാൻസൽ ചെയ്ത് നിന്നെ ഉയർത്താൻ ശക്തിയുള്ളതാണ്. ആ നിയമത്തിന് നിന്നെ ഉയർത്താൻ ശക്തിയുണ്ട്.
ഇവിടെയുള്ള ഗുരുത്വാകർഷണ നിയമത്തെ ക്യാൻസൽ ചെയ്ത് പ്ലെയിനിനെ ഒരു നിയമത്തിന് പൊക്കാൻ സാധിക്കുമെങ്കിൽ നിന്റെ രാജ്യത്തിലെ നിയമം നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ നിയമം നിങ്ങൾ പൊക്കിയെടുക്കുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര കാലം പിടിയില്ലായിരുന്നു എങ്ങനെ പൊങ്ങുവെന്ന്. ഇപ്പൊ പിടികിട്ടിയല്ലോ. നിന്റെ രാജ്യത്തിന്റെ നിയമം ഇവിടെയുള്ള എല്ലാ നിയമത്തെയും ക്യാൻസൽ ചെയ്യാൻ ശക്തിയുള്ളതാ. ഇരുട്ടിന്റെ രാജ്യം പറയും നീ നശിച്ചേ പോകത്തുള്ളൂ, നിന്റെ ജീവിതത്തിൽ നന്മയൊന്നും വരത്തില്ല. ആ നിയമം അല്ല നിന്നെ പിടിച്ചിരിക്കുന്നത്, മേളിലെ നിയമമാണ് നിന്നെ പിടിച്ചിരിക്കുന്നത്. ആ നിയമം ഈ നിയമത്തെ ക്യാൻസൽ ചെയ്യും. You belong to an unshakable kingdom. നിന്റെ രാജ്യത്തിന് ഇളക്കമില്ല. നിന്റെ രാജ്യത്തിന് ഇളക്കമില്ലാത്തത് കൊണ്ട് അതിലായിരിക്കുന്ന നിന്നെ ആർക്കും ഇളക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്ലെയിനിന് റിവേഴ്സ് ഗിയർ ഇല്ല. നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ വീണ്ടും ജനിച്ച ദൈവ പൈതലിനും റിവേഴ്സ് ഗിയർ ഇല്ല. പ്ലെയിൻ ഭൂമിയിൽ കൂടെ പയ്യെ പയ്യെ ഉരുട്ടി ഉരുട്ടി ഓടിക്കാൻ ഉണ്ടാക്കിയതല്ല. അതുപോലെ വീണ്ടും ജനിച്ച ദൈവ പൈതലും പയ്യെ തട്ടിമുട്ടി നടക്കാൻ ഉണ്ടാക്കിയതല്ല. വീണ്ടും ജനിച്ചപ്പോൾ പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നു എന്ന് പറഞ്ഞ നിയമം നിന്റെ ഉള്ളിൽ വർക്കാകാനായിട്ട് തുടങ്ങി. പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പ്ലെയിൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളും രക്ഷപ്പെടും. അപ്പുറത്തുള്ള ആളോട് തൊട്ട് പറഞ്ഞ പ്ലെയിൻ ചെയ്യുന്ന കാര്യം നിങ്ങളും ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. ഈ പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പ്ലെയിൻ ഗുരുത്വാകർഷണ നിയമത്തിന്റെ താഴെയാണ്. അത് ഓടിക്കുന്ന പൈലറ്റിനും അറിയാം അത് ഗുരുത്വാകർഷണ നിയമത്തിന്റെ താഴെയാണ്. എന്നാൽ പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് പിന്നിലുള്ളത് മറന്ന് അത് മുന്നിലുള്ളതിന് വേണ്ടി ആഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ഉയർച്ച എന്ന നിയമം അതിനെ പിടിച്ചു പൊക്കുന്നെങ്കിൽ ഇത് ഞാൻ പറയാത്തിന്റെ ജീവിതത്തിൽ പിന്നിലുള്ള കാര്യങ്ങൾ മറന്നിട്ട് മുന്നിലുള്ള വിശ്വാസത്തിന്റെ ചോട് നീ എടുത്തു വെക്കാൻ തുടങ്ങുമ്പോൾ ഉയർച്ച എന്ന നിയമം നിന്നെ വന്ന് പിടിച്ചു പൊക്കാനായിട്ട് തുടങ്ങും. അവിടെ മുന്നിൽ മതിലുണ്ട്. ഒരു പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റും ഒരു സമയത്തും അയ്യോ മതിലുണ്ട്, ബ്രേക്ക് അടിച്ച് പ്രാർത്ഥിക്കാം മതിൽ മാറാൻ വേണ്ടി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ദൈവ പൈതൽ തടസ്സമുണ്ടെങ്കിലും ആദ്യം മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ വിശ്വസിച്ച് 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 മുന്നോട്ടായാൻ തുടങ്ങുമ്പോൾ മതിലെത്തുന്നതിന് മുന്നേ നീ ഉയരാൻ തുടങ്ങും. നിന്റെ തടസ്സം നിന്നെ പിടിച്ചു വെക്കത്തില്ല. നീ തടസ്സത്തിന്റെ മേളിൽ കൂടെ പോകാൻ തുടങ്ങും. ചെറുകിട എന്ന് പറയുന്നിടത്ത് നിനക്ക് വഴിയുണ്ടാക്കാൻ തുടങ്ങും. ഇന്ന് ഞാൻ പറയാം, അയ്യോ ബ്രദറെ തടസ്സമാ, അയ്യോ ബ്രദറെ ബന്ധനമാ, അയ്യോ ബ്രദറെ പ്രശ്നമാ എന്ന് പറഞ്ഞിരുന്നാൽ പ്ലെയിനും പൊങ്ങത്തില്ല, നീയും പൊങ്ങത്തില്ല. എന്നാൽ പ്ലെയിനെ കണ്ടുപിടിക്കും. പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ളതിന് വേണ്ടി ആയാൻ തുടങ്ങുമ്പോൾ വിശ്വാസത്തിന്റെ ചുവട്, വിശ്വാസത്തിന്റെ ചുവട് കർത്താവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ മതിലൊരു പ്രശ്നമല്ല, ഒരു തടസ്സവും ഒരു പ്രശ്നമല്ല. തക്ക സമയത്ത് നിന്റെ രാജ്യത്തിലെ നിയമം നിന്നെ പിടിച്ചു പൊക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ടോ പൊങ്ങുകൊണ്ട്? അപ്പുറത്തോട് തൊട്ട് പറഞ്ഞേ, പരാതി പറഞ്ഞ് ഇവിടെ ഇരുന്നാ പൊങ്ങത്തില്ലെന്നോ?
ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നവന്റെ ജീവിതത്തിൽ വാതിലുകൾ തുറക്കാൻ തുടങ്ങും. നിങ്ങളൊക്കെ എയർപോർട്ടിൽ പോയിട്ടുള്ളവരാ. ഓട്ടോമേറ്റഡ് ഡോറ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ അത് അറിയാത്ത ചിലർ വരുമ്പോൾ അവരെ കാണാൻ സാധിക്കും. അവർ ചിന്തിക്കുന്ന ഡോർ തള്ളിയാൽ തുറക്കും, അല്ലെ ഡോർ അടച്ചിരിക്കുക. അവരതിന്റെ അടുത്ത് വന്നിട്ട് അത് തുറക്കുന്നില്ലെന്ന് കണ്ടിട്ട് തിരിച്ചു പുറകോട്ട് പോകും. അതുപോലെയാ വിശ്വാസം. അടുത്തുവരെ വരും, അയ്യോ തടസ്സം മാറുന്നില്ല, തിരിച്ചു പോവുക. എന്നാൽ അറിയാവുന്ന നിങ്ങൾക്കറിയാം, നീ നടന്നു പോകുമ്പോൾ നിന്റെ കറക്റ്റ് സ്റ്റെപ്പ് എവിടെ കൊള്ളണമോ അവിടെ കൊള്ളുമ്പോൾ ആ ഡോറ് തുറക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന്റെ നിയമം നീ മുന്നോട്ട് ചുവട് വെക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ചുവട് തക്ക സ്ഥലത്തെത്തുമ്പോൾ ആ തടസ്സം അവിടെ നിന്ന് മാറുവാനായിട്ട് തുടങ്ങും. നീ ഉള്ളിലൂടെ പ്രവേശിക്കുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഏറ്റവും എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ദൈവരാജ്യത്തിന്റെ നിയമം ശക്തിയുള്ളതാ. എന്നാൽ ആർക്ക് വേണ്ടി അത് പ്രവർത്തിക്കുന്നതെന്ന് അറിയാവോ? കൂനി കുരുകി കുറവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്റെ ജീവിതത്തിലല്ല, വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വെക്കുന്നവന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവരാജ്യത്തിന്റെ നിയമം അവരെ പിടിച്ചു പൊക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പുറത്തുള്ളവരോട് തൊട്ട് പറഞ്ഞ അത്രയും വലിയ രാജ്യമാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ ഒന്ന് രണ്ട് പേരോട് തൊട്ട് പറഞ്ഞു, വലിയൊരു രാജ്യം, വലിയൊരു രാജ്യം നിങ്ങളുടെ ഉള്ളിലിരിക്കുക. അപ്പുറത്തുള്ളവരോട് തൊട്ട് ചോദിച്ച പൂട്ടിയിരിക്കുകയാണോ എന്ന് ചോദിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി തടസ്സം കണ്ട് ഇരിക്കരുത്, തടസ്സം കണ്ട് മുന്നോട്ട് ആയാൻ തുടങ്ങണം. ഹല്ലേലൂയ. എന്നാൽ നിന്റെ രാജ്യത്തിന്റെ നിയമം ഷുവറാ. പ്ലെയിൻ പൊങ്ങുന്നത് നീ കാണുമ്പം ഷുവർ ആണെങ്കിൽ നീ ഉയരുന്നത് അതിനേക്കാളും ഷുവറാ. പ്ലെയിൻ പൊങ്ങുമ്പം പറയണം, ഞാനും ഇതുപോലെ ഉയർച്ച തന്നെ പ്രാപിക്കും. ഇന്ന് ഞാൻ പറയാം, വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വെക്കുന്നവന്റെ ജീവിതത്തിലെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. എന്റെ ജീവിതത്തിൽ 100 കൂട്ടം സാക്ഷ്യങ്ങളുണ്ട്. എപ്പം വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തു വെച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നോ അപ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങും. അപ്പത്തുള്ളവരുടെ തൊട്ട് പറഞ്ഞാൽ നിന്റെ ദൂത് റെസഷൻ അല്ല, റെസ്റ്റോറേഷൻ ആണ്. ഒന്നുകൂടെ ഓർപ്പിക്കുക, നിന്റെ ദൂത് റെസഷൻ അല്ല, റെസ്റ്റോറേഷൻ ആണ്. നിന്റെ നിയമം താഴ്ചയല്ല, നിന്റെ നിയമം ഉയർച്ച തന്നെയാണ്. നിന്റെ നിയമം താഴ്ചയല്ല, നിന്റെ നിയമം ഉയർച്ച തന്നെ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ ഉള്ളിലാണോ നീ ഉയർച്ച എന്ന നിയമത്തിന്റെ താഴെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പുറത്തുള്ളവരോട് തൊട്ട് പറഞ്ഞ ഭാരപ്പെടരുത്, സങ്കടപ്പെടരുത്, പ്രയാസപ്പെടരുത്. ഇതെല്ലാം ചെയ്യുമ്പം എംബസി പൂട്ടിപ്പോകും. ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്ത എംബസി പൂട്ടിപ്പോകും. എന്നാൽ അവത്തിൽ നിന്ന് നീ വെളിയിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ വലിയ വിടുതൽ നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ പറയട്ടെ, ചിലരുടെ ഹൃദയങ്ങളെല്ലാം പൂട്ടിക്കെട്ടിയിരിക്കുക. ഇന്ന് എന്റെ രാജാവ് ഇവിടെ വന്നിട്ടുണ്ട്. അവന് നിന്റെ രാജ്യത്തിന്റെ മഹത്വം, അവന്റെ രാജ്യത്തിന്റെ മഹത്വം നിന്റെ ഉള്ളിൽ നിന്ന് വെളിപ്പെടുത്തുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുക. നിന്റെ ഉള്ളിൽ കൂടെ ആ രാജ്യത്തിന്റെ പ്രകടനം ഈ ഭൂമിയിൽ കാണിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുക. ഇന്ന് ഈ വചനത്തിന് നീ പ്രതികരിക്കുമെങ്കിൽ കർത്താവ് നിന്റെ ഉള്ളിൽ നിന്ന് നിന്റെ കുടുംബത്തെയും നിന്റെ ദേശത്തെയും നിന്റെ ഓഫീസിനെയും നിന്റെ ബിസിനസിനെയും എല്ലാത്തിനെയും കത്തിക്കാനായിട്ട് തുടങ്ങും. Because you are under a different law. നീ വേറൊരു നിയമത്തിന്റെ താഴെയാണ്. അപ്പുറത്തുള്ളവരോട് തൊട്ട് പറഞ്ഞ നീ വേറൊരു നിയമത്തിന്റെ താഴെയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. അപ്പുറത്തുള്ളവരോട് തൊട്ട് പറഞ്ഞേ, എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. എന്നാൽ നിന്റെ രാജ്യം എപ്പോഴാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? എന്നൊക്കെയാ നമ്മൾ വായിച്ചേ? നീതിബോധം, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള ഇത് മൂന്നും ഇല്ല പിന്നെ നമ്മൾ എവിടെയാണ്?
അപ്പുറത്തുള്ളവരുടെ തൊട്ട് പറഞ്ഞു എവിടെയാണെന്നൊന്ന് ചോദിച്ചേ. സഭായോഗത്തിന് വരുമ്പോഴല്ല ദൈവരാജ്യത്തിന്റെ അകത്തിരിക്കുന്നത്, ദൈവരാജ്യം നിന്റെ അകത്തായിരിക്കും. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തെ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. എങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നത്? ഇത്രയും ചെയ്താൽ മതി, ഒന്നിനെയും കണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല, നീ വേറൊരു നിയമത്തിന്റെ താഴെ. ഹല്ലേലൂയ. ഏത് പ്രശ്നമാണെങ്കിലും തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിച്ചോണം. നിന്റെ രാജ്യത്തിലെ നിയമം നിന്നെ റിലീസ് ചെയ്യാൻ ശക്തിയുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക കാര്യങ്ങൾ പറയാമെങ്കിലും ഞാൻ ഒറ്റ കാര്യവും കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 33-ാം വാക്യം. ഈ ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞതെല്ലാം ഉപമയിൽ കൂടെയാണ് പറഞ്ഞത്. ഉപമയിൽ കൂടെ. ഒന്ന് പറഞ്ഞേ, ഉപമയിൽ കൂടെ. ഒരേ ഒരു കാര്യം ഞാൻ അവത്തിനകത്ത് നിങ്ങളെ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വായിച്ചു. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. സ്വർഗരാജ്യം എന്തിന് സദൃശം? പുളിച്ച മാവിനോട് സദൃശം. പുളിച്ച മാവിന് സദൃശം. എത്ര പേർക്ക് പുളിച്ച മാവ് അറിയാം? യു ഡോണ്ട് നോ പുളിച്ച മാവ്? ഇവിടെ ആയതുകൊണ്ട് പുളിച്ച മാവ് ഒക്കെ മറന്നുപോയാണ്. അപ്പം എത്ര പേര് കഴിക്കുന്നുണ്ട്? അപ്പം കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പം അതിനകത്ത് പുളിച്ച മാവാണ് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ശരി, അവിടെയാണ് പിന്നെ സഹോദരിമാരോട് ചോദിക്കണം, ഇവിടെയാണ് രണ്ടു വശത്തോട്ടും ചോദിക്കാം, ആരാ പുളിച്ച മാവ് വീട്ടിൽ വെക്കുന്നത്? അതോ എല്ലാം റെഡിമെയ്ഡാണോ? ശരി, എന്നേലും ഈ പുളിച്ച മാവിന്റെ സംഭവം ഒരു പ്രാവശ്യമെങ്കിലും വെച്ചിട്ടുള്ളവർ ഇവിടെ കാണുമല്ലോ. അവരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ സാധാരണ ഈ പുളിച്ച മാവ് എപ്പോഴാണ് വെക്കുന്നത്? ഈ ഈസ്റ്റ് എടുത്ത് എപ്പോഴാണ് അതിനകത്ത് ഇടുന്നത്? ഇവിടുന്ന മറുപടി വരുന്നത്. ഇന്ത്യയിലെ ഇപ്പൊ എങ്ങനെയാ? ഖത്തറിലും എങ്ങനെയാ? ഇപ്പൊ ചിലടത്തൊക്കെ പോയി ചോദിക്കുമ്പോൾ സഹോദരിമാരെല്ലാം അങ്ങോട്ട് നോക്കുക, എന്നാ പറയാത്ത? സ്തോത്രം. കാലം പോകുന്ന ഒരു പോക്ക്. ഓക്കെ, എപ്പോഴാ വെക്കുന്ന പുളിച്ചമാവ്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ രാവിലെ വെക്കുവോ, ഉച്ചയ്ക്ക് വെക്കുവോ, ഈവനിങ് വെക്കുവോ, അതോ രാത്രി വെക്കുവോ? വൈകിട്ട് വെക്കും. ഓക്കെ, വൈകിട്ട് വെച്ചിട്ട് നിങ്ങൾ എന്നാ ചെയ്യും? ഹലോ, വൈകിട്ട് വെച്ചിട്ട് എന്നാ ചെയ്യും? കിടന്ന് ഉറങ്ങും. ഓക്കെ, എല്ലാരും കിടന്നുറങ്ങുകയല്ലേ? ആട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എപ്പോഴാ സാധനം വേണ്ടിയ? രാവിലെ അല്ലേ വേണ്ടി? നിങ്ങൾ വെച്ചിട്ട് കിടന്ന് ഉറങ്ങി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ചുമതലാ ബോധമുണ്ടോ? ആ സാധനം രാവിലെ എങ്ങാനും പുളിച്ചില്ലെങ്കിലോ? ഇപ്പോഴാണ് ഈ സിസ്റ്റർ തിങ്ക് ചെയ്യുന്നത്, അയ്യോ ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ചുമതലാ ബോധമുണ്ടോ? ഒരു സാധനം രാവിലെ ആയാൽ വേണം, എന്നിട്ട് രാത്രിയിൽ ഇത് വെച്ചിട്ട് ഒറ്റ ഉറക്കം. എന്നാ ചുമതലയില്ലായ്മയായത്? അതെങ്ങാനും രാവിലെ പുളിച്ചില്ലെങ്കിലോ? ഉറപ്പാണോ? എന്നാലും ഒരു 2 മണിക്കൂർ ഇടയിട്ട് ഒരു അലാറം വെച്ച് ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് ഇത് പുളിക്കുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? വേണ്ടേ? അതെന്നാ ഉറപ്പാ, രാവിലെ ആകുമ്പോ പുളിക്കും. അങ്ങനെയാണ് നിന്റെ രാജ്യം ഈ പുളിച്ച മാവിനെ പോലെയാ. ഒരു കാര്യം നീ കർത്താവിന്റെ കൈ കൊടുത്തിട്ട് ഉറങ്ങിയാല്, നീ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സംഭവം നടക്കും. പക്ഷെ അവിടെ നമ്മൾ അലാറം വെച്ചിരിക്കും. അവിടെ നമ്മൾ അലാറം വെച്ച് കണ്ണും വീഴ്ചിരിക്കും. എപ്പോ നടക്കും? എന്നാൽ നിന്റെ രാജ്യം ഫംഗ്ഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാവോ? നീ ഒരു കാര്യം കർത്താവിന്റെ കൈ കൊടുത്തിട്ട് ഉറങ്ങുമ്പോഴാ നിന്റെ രാജ്യം ഫംഗ്ഷൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. വിടുതൽ എപ്പം വരുമെന്നറിയാവോ? കിടന്നുറങ്ങുമ്പം വിടുതൽ വരും. അപ്പുറത്തുള്ളവരുടെ തൊട്ട് പറഞ്ഞ കിടന്നുറങ്ങുമ്പം വിടുതൽ വരും.
മീറ്റിങ്ങിന് വരാതെ ഉറങ്ങുന്ന കാര്യമല്ല ഈ പറഞ്ഞത് കേട്ടോ. അതായത് ഇനിയിപ്പം അടുത്ത ആഴ്ച കാര്യം മീറ്റിങ്ങിന് വരാതെ അയ്യോ ബ്രദർ പറയായിരുന്നു ഉറങ്ങുമ്പോ വിടുതൽ വരുമെന്ന്, കുറച്ചുകൂടെ ഉറങ്ങി വേണം. ആ ഉറക്കത്തിന്റെ കാര്യമല്ല പറഞ്ഞേ, നിന്റെ വിഷയത്തിന്റെ മേൽ നീ ഉറങ്ങാൻ തുടങ്ങണം. നിന്റെ പ്രതികൂലത്തിന്റെ മേൽ നീ ഉറങ്ങാൻ തുടങ്ങണം. നീ ഉറങ്ങാൻ തുടങ്ങിയ അപ്പം നിന്റെ രാജ്യം ഫങ്ഷൻ ചെയ്യാനായിട്ട് തുടങ്ങും. നിന്റെ ആ വിസ നീ ഉറങ്ങുമ്പം വരും. നിന്റെ ആ ജോലി നീ ഉറങ്ങുമ്പം വരും. നിന്റെ ആ വിടുതൽ നീ ഉറങ്ങുമ്പം വരും. ഇന്നലെ രാത്രി എന്റെ കർത്താവ് ചില വിടുതൽ ഈ പ്രദേശത്ത് അയച്ചിട്ടുണ്ട്. ചിലരുടെ ജീവിതത്തിൽ വലിയ വിടുതൽ എന്റെ രാജാവ് അയച്ചിട്ടുണ്ട്. എനിക്കറിയാം ഇന്നും അവൻ ഇവിടെ വന്നിട്ടുണ്ട് ചിലരുടെ ജീവിതത്തിൽ വലിയ വിടുതൽ അയക്കുവാനായിട്ട്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ മനസ്സിലാകണം, അങ്ങനെ തന്നെയാ ദൈവരാജ്യം എന്റെ മുള്ളിൽ ഫംഗ്ഷൻ ആകുന്നത് എന്നുള്ളത് മനസ്സിലാകണം. പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടു. സഭ മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ പത്രോസ് എന്നാ ചെയ്യായിരുന്നെന്ന് അറിയാവോ? എന്നാ ചെയ്യായിരുന്നു അറിയാവോ? കുബൂസ് കഴിക്കുകയായിരുന്നു. എന്നാ ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. ആ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാ കാണുന്നത്, ദൂതൻ വന്ന് അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് വാതിലുകളിൽ കൂടെ വെളിയിൽ കൊണ്ടുവന്ന് വിട്ടു. നിനക്കൊരു രഹസ്യം ഞാൻ പറഞ്ഞു തരാം. നിന്റെ രാജ്യത്തിലെ ദൂതന്മാർ എപ്പോഴാ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാവോ? നീ ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പുറത്തുള്ളവരുടെ തൊട്ട് പറഞ്ഞ് നിങ്ങൾക്ക് അയച്ച ദൂതൻ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായെന്ന് പറഞ്ഞു. നിങ്ങൾ ഉറങ്ങിയിട്ട് വേണ്ട അയക്കാരുടെ പണി ചെയ്യാനായിട്ട്. അവർക്കെങ്ങാനും റിസൈൻ ചെയ്യാനുള്ള വകുപ്പുണ്ടായിരുന്നേ നമുക്ക് അയക്കുന്ന ദൂതന്മാർ എന്നേ റിസൈൻ ചെയ്തിട്ട് പോയിരുന്നു. വന്ന് നിൽക്കുക, ഏത് നേരം കണ്ണും വീഴ്ച. അവരവനെ നോക്കുക, ഇവൻ എപ്പോ ഉറങ്ങും. എന്നാൽ നീ ഉറങ്ങുമ്പോൾ അവന്റെ പ്രവർത്തനം വെളിപ്പെടാനാണ്. നിനക്ക് വേണ്ടി അയക്കുന്ന ദൂതന്മാർ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. നിന്റെ രാജ്യം എപ്പോഴാ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? നീ ഉറങ്ങുമ്പോൾ നിന്റെ രാജ്യം നിനക്ക് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നന്നാ രാവിലെ എഴുന്നേൽക്കുന്നതും താമസിച്ചു പോയി കിടക്കുന്നതും വ്യർത്ഥമാണ്, തന്റെ പ്രിയനാഥവൻ ഉറക്കത്തിൽ കൊടുക്കും. നീ ഉറങ്ങിയാലുണ്ടല്ലോ, അവന്റെ പ്രിയനായത് കൊണ്ട് നിനക്ക് വേണ്ടി ഉള്ളതെല്ലാം ഉറക്കത്തിൽ റെഡി ആയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പുറത്തോട് നിങ്ങളെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. പുളിച്ച മാവ് വെച്ചിട്ട് എന്നാ ചെയ്യുന്നേ? പുളിച്ചില്ലേലോ? ഉറപ്പാണോ? അങ്ങനെയാണ് കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ച സകലവും അത് സമ്പൂർണമായിട്ട് ബെസ്റ്റായിട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്തിരിക്കും. നിന്റെ ജീവിതത്തിൽ നീ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നീ ചില അത്ഭുതങ്ങൾ കാണും. നിന്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ കാണും.